കുടിവെള്ളം മുടങ്ങിയതിൽ UDF കൗൺസിലർമാർ നഗരസഭാ കവാടത്തിൽ സത്യഗ്രഹം ഇരിക്കുകയാണ്. നഗരസഭാ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച KSU പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. അരുൺ സോളമനുണ്ട് സമഗ്ര വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ വലിയ പ്രതിഷേധമുയരുകയാണ്. നേരത്തെ KSU പ്രവർത്തകർ, ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിഷേധവും, ഇപ്പോൾ UDF കൗൺസിലർമാരുടെ പ്രതിഷേധവും ഇപ്പോൾ നഗരസഭാ കവാടത്തിൽ നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ പല സ്ഥലത്തും ഇപ്പോഴും വെള്ളം കിട്ടാത്തത്? ഈ അറ്റകുറ്റപ്പണി പൂർത്തിയായി എന്നല്ലേ ഇന്നലെ രാത്രി അറിയിച്ചിരുന്നത്? എന്തുകൊണ്ടാണ് പല ഭാഗത്തും വെള്ളം കിട്ടാത്തത്? 11 ദിവസമായി വെള്ളം കിട്ടുന്നില്ല മഞ്ചൂരിലെ ഒരു വനിതാ ഹോസ്റ്റലിൽ നിന്നുള്ള വിവരവും പുറത്തു വരികയാണ്. സ്മൃതി, 5ാം ദിവസമായിരിക്കുകയാണ്. തലസ്ഥാനം പൂർണ്ണമായിട്ടും ജലക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ 5ാം ദിവസം വെള്ളം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് തിരുവനന്തപുരം നഗരവാസികൾ ഈ പുലർച്ചെ ഉണർന്നത്. പക്ഷേ എന്തുകൊണ്ടോ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും വെള്ളം കിട്ടാത്തൊരവസ്ഥയുണ്ട്. 44 വാർഡുകളിൽ ആണ് ആദ്യഘട്ടത്തിൽ വെള്ളം കിട്ടാതിരുന്നത്. 4 ദിവസം തലസ്ഥാനം പൂർണ്ണമായിട്ടും ജലക്ഷാമത്തിൽ മുങ്ങിയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് രാവിലെ നേമത്തിലെ 49ാം വാർഡ്, അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് 36ാം വാർഡ്, കരമന, ആറ്റുകാൽ ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ ജലം എത്തിയിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടുന്ന കാര്യം, നേമത്തിൽ പണി നടക്കുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് അവിടെ ഉണ്ട്. പക്ഷേ നേമത്ത് ചില ഭാഗങ്ങളിൽ വെള്ളം കിട്ടുമ്പോഴും 49ാം വാർഡിൽ ഇതുവരെയും വെള്ളം കിട്ടിയിട്ടില്ല. അവിടെ ജലക്ഷാമം രൂക്ഷമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബി ശിവൻകുട്ടി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഇത്തരത്തിലൊരു ജലപ്രതിസന്ധി രൂക്ഷമായ ഘട്ടത്തിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ 40ഓളം വാഹനങ്ങൾ വെള്ളം എത്തിക്കുമെന്നടക്കമുള്ള വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. പക്ഷേ ഈ ഇത്രയും സമയമായിട്ട് ഇന്ന് രാവിലെ തൊട്ട് തന്നെ നമ്മൾ നേമത്തിലെ ജലക്ഷാമം രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഈ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇത്രയും സമയമായിട്ടും നേമത്ത് ഒരു ലോറി പോലും അവിടെ എത്തിയിട്ടില്ല, വെള്ളം എത്തിച്ചിട്ടില്ല എന്നടക്കമുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ വട്ടിയൂർക്കാവിലെ 36ാം വാർഡിലും സമാനമായിട്ടുള്ള സംഭവമാണ് അരങ്ങേറുന്നത്. അവിടെ ഒരു ഉത്രാടം ഗാർഡൻസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുവരെയും വെള്ളമില്ലാതെ അവിടുത്തെ ജനങ്ങൾ രൂക്ഷമായിട്ടുള്ള ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം 5 ദിവസങ്ങളായിരിക്കുകയാണ് ഇന്ന് തലസ്ഥാനത്ത് സ്കൂളുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചത്. വലിയൊരു ആശ്വാസമായിട്ടാണ് ജനങ്ങൾ കരുതുന്നത്. കാരണം കുട്ടികളെ ഈ ദിവസങ്ങളിൽ സ്കൂളിൽ വിടാൻ കഴിയാത്തൊരു അവസ്ഥയായിരിക്കുന്നു. ഈ 3-4 ദിവസങ്ങളായിട്ട് വീടുകളിൽ ഭക്ഷണം പോലും പാകം ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. മാത്രമല്ല 3-4 ദിവസമായി ഇവർ കുളിച്ചിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പങ്കുവച്ചിരുന്നു. ഇതേ സമാനമായ സംഭവമാണ് ഇന്നും നേമം, ആറ്റുകാൽ, അതുപോലെ തന്നെ കരമന ഈ ഭാഗങ്ങളുള്ള ജനങ്ങൾ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. സ്മൃതി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും ഇതിനൊരു പരിഹാരം കാണാത്തതെന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ അതിനുവേണ്ടി ഒരു ഉത്തരം തരാൻ അവർക്കും കഴിയുന്നില്ല. കാരണം കഴിഞ്ഞ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ വെള്ളം പമ്പ് ചെയ്ത് തുടങ്ങിയത്. ആദ്യത്തെ 1.5 മണിക്കൂർ കൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം എത്തുന്നുവെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ സൂചിപ്പിച്ചത്. അടുത്ത 3 മണിക്കൂർ കൂടി തന്നെ, അതായത് പുലർച്ചയോടുകൂടി തന്നെ തിരുവനന്തപുരത്തെ 44 വാർഡുകളിലും പൂർണ്ണമായും വെള്ളം എത്തുമെന്ന് മേയർ സൂചിപ്പിച്ചുവെങ്കിലും ഇന്നിപ്പോൾ 4 വാർഡുകളിൽ, 4 പ്രധാനപ്പെട്ട 4-5 വാർഡുകളിൽ വെള്ളം എത്തിയിട്ടില്ല. ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, കഴിഞ്ഞ 11 ദിവസമായിട്ട് മഞ്ചൂരിലെ 82ാം വാർഡിലെ ഋഷിമംഗലം റെസിഡൻസിലെ കുട്ടികൾ, ഒരു ഹോസ്റ്റലിലെ കുട്ടികൾ അതിരൂക്ഷമായിട്ട് ജലക്ഷാമം നേരിടുന്നു. അത് കുട്ടികൾ മാത്രമല്ല, അവിടെ 300ഓളം കുടുംബങ്ങളാണ് ഈ ഋഷിമംഗലം റെസിഡൻസിൽ താമസിക്കുന്നത്. ഇവർ 4 മാസം മുന്നേ തന്നെ ഇവിടെ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ ഇവർ ഇത്തരത്തിൽ ജലക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇത് പല ഘട്ടങ്ങളിലും വാട്ടർ അതോറിറ്റി അറിയിക്കുകയും എന്നാൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കാണാൻ വാട്ടർ അതോറിറ്റി നിലപാടെടുത്തില്ല എന്ന് പറഞ്ഞ് പരാതി അവർ ആരോപിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇന്നിപ്പോൾ 5 ദിവസമായപ്പോൾ തന്നെ ഇവർ നഗരസഭയെ കോൺടാക്ട് ചെയ്ത് വെള്ളം ബുക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലെത്തി. 2000 ലിറ്ററിന് 1400 രൂപയാണ് ഈ ഹോസ്റ്റലിലെ പെൺകുട്ടികൾ നൽകിയെന്നുള്ള വിവരമാണ് ഇവർ പങ്കുവെക്കുന്നത്. ഇത്തരത്തിൽ വലിയ ഒരു അവസ്ഥയിലൂടെ, അത്തരത്തിൽ നമുക്കിത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം വെള്ളമാണ്, ദാഹജലം കിട്ടാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണ് സർക്കാരും നഗരസഭയും എന്തുകൊണ്ട് പിന്തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് നമ്മളിത് വീണ്ടും വീണ്ടും ചോദിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. എന്ന് നമ്മൾ രാവിലെ വാർത്ത റിപ്പോർട്ട് ചെയ്ത പ്രകാരം കാലടിയിലേക്ക് ഡെപ്യൂട്ടി മേയർ ഇടപെട്ട് വെള്ളം എത്തിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. പക്ഷേ നേമത്തോ അല്ലെങ്കിൽ വട്ടിയൂർക്കാവിലോ അത്തരത്തിലൊരു പ്രവണത നമ്മൾ കണ്ടില്ല. വരുന്ന മണിക്കൂറുകൾ എന്തായാലും നിർണായകമാണ്. പലരും കരിഞ്ചന്തകളെ ആശ്രയിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ മേരലിന് 60-70 രൂപയുണ്ടായിരുന്ന വെള്ളം കഴിഞ്ഞ ദിവസം നമുക്കറിയാം പൂന്തുറയിലൊക്കെ നമ്മൾ എത്തിയപ്പോൾ നമ്മൾ അറിഞ്ഞത് 170 രൂപയ്ക്ക് വെള്ളം വാങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായി. ഇന്നിപ്പോൾ രാവിലെ പൂന്തുറയിലൊക്കെ വെള്ളം എത്തിയെന്നുള്ളത് ഒരു ആശ്വാസകരമായ വാർത്തയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നേമത്തെത്തിയപ്പോഴും ഇതേ ഒരു അവസ്ഥയാണ്. 90, 100, 150 രൂപയ്ക്കും വെള്ളം വാങ്ങി കുട്ടികൾക്കും അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥയിലൂടെയാണ് തലസ്ഥാന നഗരം കടന്നു പോകുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ മേയർ പറയുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി വെള്ളം എത്തുമെന്നുള്ള ഒരു വാർത്തയാണ്. പക്ഷേ ഇന്ന്
വൈകുന്നേരത്തോട് കൂടി ഭരണപക്ഷ വെള്ളം എം എൽ എ തന്നെ എത്തിയില്ലെങ്കിൽ നാളെ വാട്ടർ അതോറിറ്റിയെയും നഗരസഭയും വിമർശിച്ച് രംഗത്തെത്തുന്ന സാഹചര്യം കൂടിയുണ്ടായി. ഉദ്യോഗസ്ഥരിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ള വിമർശനമാണ് വി കെ പ്രശാന്ത് എം എൽ എ ഉന്നയിച്ചത്.